ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തേഴ്സ്ഡേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ 6 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ സൺറൈസ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഈ സമ്മർ സീസൺ തുടങ്ങിയ ശേഷം രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ തന്നെ നല്ല ചൂടാണ്. ചില ദിവസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും. എഴുന്നേറ്റാൽ ഉടനെ തന്നെ ജോലികൾ ചെയ്യത്തില്ല. കുറച്ച് നേരം വന്ന് പുറത്ത് നിൽക്കും, ബാൽക്കണിയിലെ ചെടികളെയൊക്കെ ഒന്ന് നോക്കും, പിന്നെ ടെറസിൻ്റെ മേലെ ഒന്ന് ചുമ്മാതെ ഒന്ന് പോകും. എന്നിട്ട് വീട്ടിലെ ജനാലകളും വാതിലുകളും എല്ലാം ഒന്ന് തുറന്നിടും. അപ്പോൾ ആ ഒരു ഫ്രഷ് എയർ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സൺറൈസ് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുമേ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഈ സൺറൈസ് കാണാറുണ്ട്, ഒരു ദിവസം പോലും മിസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റാലേ നമുക്ക് ഈ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. കുറേ കഴിയുമ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് സാധാരണ വെളിച്ചത്തിലേക്ക് വരും. അപ്പോൾ ആ ഒരു റെഡ് കളറിലുള്ള സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട്, സൂര്യനെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാമോ? അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കായലുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് ഒരുപാട് പക്ഷികളൊക്കെ പറന്നു വന്ന് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. പിന്നെ ഇതിനിടയിൽ തന്നെ ലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ മിനി വ്ളോഗ് ഞാൻ ഓൾറെഡി ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആമി സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ക്ഷേത്രത്തിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേഴ്സ്ഡേ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്നൊക്കെ അറിയാമല്ലോ. ഇവിടെ അടുത്തുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകുന്നത്. എന്നോട് ഇടയ്ക്ക് വെച്ചിട്ട് ഐശ്വര്യ നിജേഷാണ് ചോദിച്ചിരുന്നത് എത്ര മണിക്കാണ് വിളക്ക് വെക്കുന്നതെന്ന്. അപ്പോൾ രാവിലെ ഒരു 7-7:30 തന്നെ വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ചതിന് ശേഷം ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശക്കല്ലിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പുതിയതാണെന്ന്. അപ്പം ഞാൻ ഓൾറെഡി സീസൺ ചെയ്ത് വെച്ചേക്കുവാണ്. അതിനുശേഷം ഇതുവരെയും ഇതിനകത്ത് ദോശ ചുട്ടെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് ഞാനിത് ഫസ്റ്റ് ദോശ ചെയ്യുമ്പോൾ തന്നെ കാണിച്ചു തരാമെന്നേ. അപ്പോൾ ആദ്യത്തെ 2 ദോശയും പാളിപ്പോയി, നമുക്ക് നല്ലോണം കിട്ടിയിട്ടില്ല. സെൻറ്റർ പോർഷനിൽ നല്ല കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ സൈഡൊക്കെ ആകെ പ്രശ്നമാണ് കേട്ടോ. അതങ്ങനെയാണ്, നമ്മൾ കുറച്ച് ദിവസം ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാലേ, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നല്ല പോലെ ദോശ കിട്ടത്തുള്ളൂ. എന്നാലും സൈഡിലൊക്കെ ഇതേ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവ് ചട്ടുകം കൊണ്ടൊന്ന് ഇതാക്കിയപ്പോൾ തന്നെ എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സീസൺ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നല്ലതായിട്ട് സീസൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ സീസൺ ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിലുണ്ട് കേട്ടോ. പിന്നെ എത്രയൊക്കെ നമ്മൾ തലേ ദിവസം എണ്ണയൊക്കെ തേച്ച് വെച്ചിരുന്നെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലപോലെ കഴുകണം സോപ്പിട്ട്. അതിന് ശേഷമാണ് ചൂടാക്കിയിട്ടിട്ട് വീണ്ടും എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ദോശ ചുടേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പഴയ എണ്ണയുടെ തുരുമ്പൊക്കെ ഇരിക്കും, അപ്പോൾ നമുക്ക് ടേസ്റ്റ് കാണത്തില്ല. ഒരു ഇരുമ്പിൻ്റെ ചെവയായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ദോശയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വീണ്ടും കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ രണ്ടാമത്തെ ദോശയും പാളിപ്പോയി, എന്നാലും ആദ്യത്തേൻ്റെ അത്ര കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ദോശക്കല്ലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാകുന്നുണ്ട്. ഒരുപാട് ഹീറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. അത്യാവശ്യം നമുക്ക് നല്ല ചൂട് നിൽക്കും. പിന്നെ അതേ സൈഡിൽ ഞാൻ നോൺ സ്റ്റിക്കിൽ ദോശ ഇട്ടെടുക്കാനുള്ള കാരണം, അത് ദോശ 2 ആദ്യത്തേത് പാളിപ്പോയോണ്ട് ഹസ്ബൻഡിന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പം മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക്കിൽ ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഹസ്ബൻഡ് ഒരു ദോശയൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ദോശ ഞാൻ ഇന്ന് എന്തായാലും ഈ അയൺ പാത്രത്തിൽ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതേ 3ാമത്തെ ദോശ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, സൈഡിൽ കുറച്ചേ പോയിട്ടുള്ളൂ. പിന്നെ ഞാനൊരു 2 ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് അതിൽ നിന്ന് ഒരെണ്ണം കൂടി കൊടുത്തു. പിന്നെ ഞങ്ങളാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് പൂക്കൾ കിട്ടുമല്ലോ, അപ്പോൾ ആ പൂക്കൾ ഞാൻ കൊണ്ടുവന്ന് ഇതുപോലെ നമ്മുടെ ഉരുളിയിൽ വെക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയി വീട്ടിൽ പൂക്കൾ ഇടാനായിട്ടുള്ള പൂ മേടിക്കുന്നില്ല കേട്ടോ. ഞാനങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയാലേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. ഓൺലൈനിലും നമ്മളിപ്പോൾ മേടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ കിട്ടുന്ന പൂവാണ് വെക്കുന്നത്.
പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മടി മാറ്റാനുള്ള ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. രമ്യ പി എന്ന് പറയുന്ന ഒരാള് റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി 2-3 വീഡിയോസും ചോദിച്ചിട്ടുണ്ട്. ഏർലി മോർണിംഗ് വേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അത് വ്ളോഗ് നമ്പർ 288 ആണ്. അതുപോലെ തന്നെ ഗുഡ് മോം ആവാനുള്ള ടിപ്സിനെ കുറിച്ചും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ അമ്മമാരുടെ ബിഹേവിയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വ്ളോഗ് നമ്പർ 268 ആണ്. 2 വീഡിയോയും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇങ്ങനെ ഇരുന്നിട്ട് വണ്ട് കയറി പോയേക്കാണ്. അപ്പോൾ എനിക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. കുറച്ച് വണ്ടേ ഉള്ളേ, അപ്പോൾ അത് ഉടനെ തന്നെ കൈയോടെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, വണ്ടൊക്കെ ഒന്ന് പോകും. പുതിയ പെരിഞ്ചീരകമാണ്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച പാത്രത്തിൽ വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇത് 2-3 വെയിലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വണ്ടൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനെടുത്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ അതുപോലെ തന്നെ വന്ന് ഒന്ന് നോക്കുന്നുണ്ട് ചെടികളെയൊക്കെ ഒന്ന്. ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. കാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയണം. പിന്നെ നമ്മുടെ പുതിന ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റു പണികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്കും പോവാം. മടി ഒഴിവാക്കാനുള്ള ടിപ്സിനെ കുറിച്ച് നമുക്കിന്ന് പറയാം. ഈ മടി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. എനിക്കും ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ ചെയ്ത് വരുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പ് തോന്നും അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിലെ ജോലികളും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു മടുപ്പ് തന്നെയാണ്. അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് നമുക്ക് എത്ര മോട്ടിവേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് മടി മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചില സമയത്തൊക്കെ ഞാനും ഭയങ്കരമായിട്ട് ടയേർഡായി പോവും, അല്ലെങ്കിൽ വലുതായിട്ട് വീട്ടിൽ പണികളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ റെസ്റ്റ് എടുക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ, ഇപ്പോൾ പീരീഡ്സിന്റെ ടൈമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെസ്റ്റ് എടുക്കുക. ആ സമയത്തൊന്നും പോയിട്ട് ഒരുപാട് ജോലികൾ ചെയ്യരുത്. പിന്നെ നമ്മുടെ റുട്ടീൻ എപ്പോഴും ലൈറ്റ് ആക്കി വെച്ചേക്കാം കേട്ടോ. നമ്മളിങ്ങനെ വാരി വലിച്ചു കിടന്ന് ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കരുത്. ചിലരാണെങ്കിൽ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് ഹറി ബറിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെ സ്പീഡ് മോഷനിൽ ഇട്ട് കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ എല്ലാം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണം, പ്രത്യേകിച്ച് കുക്കിങ്ങിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കളയരുത് കേട്ടോ. എന്തുണ്ടാക്കും എന്നുള്ളത് തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. നമുക്കൊരു മീൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ ഒരു മീൽ പ്രിപ്പൊക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമ്മളൊരു വർക്കിംഗ് മോം ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മീൽ പ്രിപ്പിന്റെ ആവശ്യം വരുന്നത് നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കായിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒന്ന് തൊട്ട് ഓരോ ജോലികളായിട്ട് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുമല്ലേ. സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കില്ല, നമ്മൾ വെള്ളം കുടിക്കില്ല, അങ്ങനെ നമ്മുടെ മറ്റു പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പണിയെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മടുപ്പും തോന്നുന്നത്. അപ്പോൾ നമുക്ക് മടി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ മടി ഒഴിവാക്കാനുള്ള ടിപ്സ് നോക്കാം. അതിന് വേണ്ടുന്നത് ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് തുടങ്ങുക. വലിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എപ്പോഴും മടി ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലെ അലമാരയൊന്ന് ഒതുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് അലമാരയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം തുണികളെല്ലാം വലിച്ചു വാരി എടുത്തിട്ടിട്ട് അന്ന് തന്നെ മടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതങ്ങോട്ട് വാരി ബെഡിലോട്ട് ഇടുമ്പോൾ തന്നെ തളർന്നു പോകും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടിയാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മുടെ അലമാരയുടെ ഒരു സൈഡിലുള്ള ഒരു റോയിലുള്ള സാധനം മാത്രം ആദ്യം ഓർഗനൈസ് ചെയ്യുക ആദ്യത്തെ ഡേ. നെക്സ്റ്റ് ഡേ അടുത്ത റോ ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും കുറേശ്ശായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം ചെയ്യാട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു റൂമിന്റെ ഒരു കോർണർ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ദിവസം വേറൊരു കോർണർ ചെയ്യുക. അങ്ങനെ ദിവസവും കുറേശ്ശെ ചെയ്താൽ മതി. ഒരുപാട് നിങ്ങൾ കിടന്ന് വാരി വലിച്ച് ചെയ്യണമെന്നില്ല ജോലികൾ. അങ്ങനെ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് മടി തോന്നുന്നത്. എനിക്കും അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു തീർക്കും എന്നുള്ളൊരു മനോഭാവം കൊണ്ടുവരിക. നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഒരു കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഉടനടി തന്നെ നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. ഇപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ കുക്കിംഗ് ചെയ്യും. അത് നമുക്ക് ചെയ്യണം അല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മക്കളെ സ്കൂളിൽ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കും. അതൊക്കെ നമ്മൾ ചെയ്യുക. അത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ ചെയ്തു തീർക്കുക. അല്ലാതെ പിന്നീടത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ ഇങ്ങനെ കുന്നുകൂടി മടി പിടിക്കും. പിന്നീടത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം ഉള്ള ആൾക്കാരാണെങ്കിൽ മടിയന്മാരുടെ ലക്ഷണമാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ
തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്തു തീർക്കും എന്നുള്ളത് മനസ്സിൽ നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കുക. അങ്ങനെ എടുത്താൽ മാത്രം പോരാ, പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ, അതുപോലെ നിങ്ങൾ ആ 5 മിനിറ്റിനുള്ളിൽ ആ ജോലി ചെയ്തു തീർക്കുകയും വേണം. അതുപോലെ തന്നെ നല്ലൊരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ രീതി അനുസരിച്ച്, നമ്മുടെ ആരോഗ്യ സ്ഥിതിയൊക്കെ അനുസരിച്ച് നല്ലൊരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലെ രീതികളായിരിക്കില്ല നിങ്ങളുടേത്, എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണമായിരിക്കില്ല നിങ്ങളുടേത്. ചിലപ്പോൾ നിങ്ങൾ ജോയിൻറ്റ് ഫാമിലിയിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയിലായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചുള്ളൊരു റുട്ടീൻ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ കുറയ്ക്കുക. അതായത് ഫോണ്, സോഷ്യൽ മീഡിയ, അതുപോലെ TV, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ രാത്രി വരെ നമ്മൾ അങ്ങനെ ഇരിക്കും. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണല്ലേ, മനുഷ്യർക്ക് അങ്ങനെയാണ്, എന്തിനോടും അഡിക്ഷൻ ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഫോൺ കാണാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നമുക്ക് അഡിക്ഷൻ ഉള്ള സാധനങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആവശ്യത്തിനുള്ള ഉറക്കം, നല്ല ഭക്ഷണം, വ്യായാമം, ഇതെല്ലാം നിങ്ങളുടെ ഊർജ്ജം കൂട്ടും. ഇതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജി ലോ ആവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ്. ധാരാളം വെള്ളം കുടിക്കണം, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കണം, നല്ലപോലെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടി കൂടുകയും ക്ഷീണം കൂടുകയും ആരോഗ്യം പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കും സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് മാത്രമല്ല ഒരു വീട്ടമ്മയെ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോഴാണ് ആ ഒരു വീട്ടമ്മ പ്രൊഡക്റ്റീവ് ആവുന്നത് അല്ലേ. കുറ്റബോധം ഇല്ലാതെ നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൻ കെയറോ ഹെയർ കെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കൊച്ചു കാര്യം, ഇല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറോ 5-10 മിനിറ്റോ ഒക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിലൊരു മോട്ടിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സെൽഫ് കെയറിൻ്റെ സമയം കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക. അല്ലാതെ നമ്മുടെ ജോലികൾ അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആരും കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കാതെ നമ്മുടെ ജോലികൾ ചെയ്ത് തീർത്താൽ ഉടനെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കിട്ടും എന്നുള്ള രീതിയിൽ സ്വയം മോട്ടിവേറ്റഡ് ആവുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പ്രോത്സാഹിപ്പിക്കുക. ചെറിയ വിജയങ്ങൾക്കും നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മൾ ചെയ്യുക. ഒരു ചായ ഇട്ട് കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം തയ്യാറാക്കി കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നും, നമ്മൾ സ്വയം സന്തോഷിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ വീട്ടുജോലികൾ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നമ്മുടെ മടി മാറി എന്നുള്ളതിൽ നമുക്ക് സന്തോഷം കിട്ടും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കാനായിട്ട് ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഡെയിലി നമ്മൾ എഴുന്നേറ്റ് നമുക്ക് കുറച്ച് പ്രഭാത കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കാണില്ല, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് കെയറും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ കിച്ചണിലേക്ക് കയറാനായിട്ട്. അല്ലാതെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ പോയി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ എന്തൊരു ജീവിതമാണിത്, എപ്പോഴും അടുക്കളയിൽ തന്നെയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഒരു 5-10 മിനിറ്റ് ചെറിയൊരു യോഗ ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് പോവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. തലേ ദിവസമേ തന്നെ പിറ്റേ ദിവസത്തെ ഒരു പ്ലാനിങ് തയ്യാറാക്കി വെക്കുക. ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യുക. നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് എൻ്റെ ജോലികൾ തീർക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റായിട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ സജ്ജമാക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ
തന്നെ സൂക്ഷിക്കണം. വേറെ ആരും വന്ന് ശരിയാക്കി തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം, വ്യായാമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക കേട്ടോ. ഉറക്കം കുറയുന്ന സമയത്ത് മടി കൂടും എന്നാണ് പറയപ്പെടുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ആവശ്യമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഒരു ഉറക്കം ക്രമീകരിക്കുക. കഴിവതും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാതിരിക്കുക. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് രാത്രി ഉറക്കം വരത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാനുള്ള മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മടി മാറ്റാനുള്ള ടിപ്സ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 2 മിനിറ്റ് റൂള് എപ്പോഴും മനസ്സിലോർത്ത് വെച്ചേക്കുക. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കും എന്നുള്ളത്. എല്ലാ ജോലികളും 2 മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് തീരുമാനിച്ചപ്പോൾ ഒതുക്കിയിടാനുള്ള സ്ഥലങ്ങൾ ഒതുക്കിയിടുന്നതോ, അല്ലെങ്കിൽ ചെറിയ പാത്രം കഴുകുന്നതോ, അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, തുണികൾ മടക്കി വെക്കുന്നതോ, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ 2 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മടി തോന്നത്തില്ല. നമ്മൾ ഒരു അത്യാവശ്യം എനർജറ്റിക് ആയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള പോയിന്റ്സ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണേ, മറക്കരുത്. ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത രമ്യ എന്ന് പറയുന്ന സഹോദരിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആമിക്ക് സ്കൂളിൽ ഗ്രാജുവേഷൻ ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് നമുക്ക് മാർക്കറ്റിനകത്തുള്ളൊരു കുഞ്ഞു കടയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അവളുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ട ഡ്രസ്സ് കളറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസ് പാൻറ്റുമാണ് വേണ്ടിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ആക്സസറീസും വൈറ്റ് കളറിലുള്ള ബണ്ണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ വലിയ കടകളിൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ പോയി കൊച്ചു കടകളിൽ കയറിയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് വഴി പോയി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒരു കുഞ്ഞു കടയിൽ കയറിയിട്ട് അവൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് മാർക്കറ്റ് വഴി തന്നെയാണ് തിരികെ വരുന്നത് കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും മേടിക്കണമെന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വരാമെന്ന്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചെന്നൈയിലെ മാർക്കറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക രസമാണ്. ബോറടിക്കത്തേല, ഒരു പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. ഇവിടെ ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. കൂടുതലും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന, കേരളം വിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് ഇവിടുത്തെ മാർക്കറ്റ് കാണാനായിട്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം വരുന്ന വഴിയിൽ തന്നെ ഇവിടെ അടുത്തൊരു മലയാളി ചായക്കടയുണ്ട്, മലയാളി ചേച്ചിയുടെ ചായക്കടയുണ്ട്. അവിടെ കയറിയിട്ട് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായയും കുടിച്ചു, പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ചീരയും മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ കമ്മൽ കണ്ടോ, ഇത് ഞാൻ ശരവണ സ്റ്റോറിൽ ആമിക്ക് ആക്സസറീസ് എടുക്കാൻ കയറിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് ഈ നമ്മുടെ കാതിലുള്ള ഹോളിലോട്ട് ഇടണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ കാതിൽ ഇത് നിൽക്കുമെന്ന് അറിയത്തില്ല, ഇളകി പോകുന്നാണ് തോന്നുന്നത്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊരു 50-60 രൂപ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നതാണ് ഈ ബ്രേസ്ലെറ്റൊക്കെ എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പം ഞാനിത് മീഷോന്ന് എടുത്തതാണ്. മുന്നേയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 2-3 മാസം ആയിട്ടുണ്ട് ഇതെടുത്തിട്ട്. അപ്പം ഞാനിത് സ്ഥിരം ഇടാറില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഇടുന്നത്. അതിലൊരു ബ്ലാക്കിലുള്ളത് ഞാൻ സ്ഥിരം ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ചെയിനിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് കോപ്പർ കളറായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇവിടെ ഹാർഡ് വാട്ടറാണ്, വെള്ളത്തിൻ്റെതാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേ ഞാനൊരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. ദേ ഈ ഒരു മോഡലാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇത് ഒരു കാറ്റലോഗിൽ കണ്ട അതേ സെയിം സാധനം തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇത് കുറച്ച് വലിയ സൈസാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യം കിടന്നത് ഒരു സിമ്പിൾ മോഡലാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ രണ്ടാമത് എടുത്തത് കുറച്ച് വലുതാണ്. നമുക്ക് ഈ സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇടാൻ പറ്റുമെന്ന്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഡെയിലി ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, കാരണം വെള്ളം തട്ടിയാലേ അതിൻ്റെ കളറ് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.